ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചാരുലത മേഡം കാവേരിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ മേഡം ചോദിക്കുമ്പോൾ, ഞാനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് കാവേരിനെ വിളിച്ചത്. പക്ഷേ കാവേരിക്ക് എന്താ ഒരു ഉഷാറൊന്നും ഇല്ലാത്തത്. അപ്പോൾ പിന്നെ എങ്ങനെ സർപ്രൈസ് തരാം, ഇനി എന്ത് ചെയ്യാനാണ് മേഡം, ഇനി ഞാൻ എങ്ങനെ ഉഷാറായിട്ട് ഇരിക്കുക എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ജയ്പാലിന് എതിരെ ഉള്ള തെളിവുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, നിസ്സഹായാവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയൂട്ടോ. അന്നേരം ചാരുലത മേഡം പറയുന്നുണ്ട്, അതെ ഈ കാവേരി അങ്ങനെ അത്രയ്ക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതൊന്ന് പിടിക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്നിട്ടൊരു കവർ കൊടുക്കുകയാണ്. ഇതെന്താ മേഡം എന്ന് ചോദിച്ചിട്ട് തുറന്ന് നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ഡയറിയും ഫോണും. മേഡം, ഇതെൻ്റെ അച്ഛൻ്റെ ഡയറി ഫോണാണ്, ഇതെവിടെ നിന്ന് മേഡത്തിന് നോക്കിട്ടോ, ഇത് എവിടെ നിന്ന് വെച്ച് നഷ്ടപ്പെട്ടതെന്ന് ഓർമ്മയുണ്ടോ? ഓർക്കാൻ പറ്റുന്നില്ല മേഡം എന്ന് കാവേരി പറയും. ഒന്ന് ഓർത്ത് നോക്ക്, ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കാവേരി നിർത്തിയിരുന്നോ വണ്ടിയിൽ? അങ്ങനെ കാവേരി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ കാവേരിക്ക് പെട്ടെന്ന് ഓർമ്മ വരാണ് കേട്ടോ. ഞാൻ വിനീതേട്ടനെ കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. ആ സമയത്ത് അയാൾ കട്ടെടുത്തുണ്ടോ അയാൾ കള്ളനെ കൊണ്ടുവരാണ് കേട്ടോ. ഇയാൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാവേരിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരാണ് കേട്ടോ വിനീതിൻ്റെ കടരെ അവിടെ പടിമേൽ ഇരുന്നിരുന്ന കാര്യം. ഇത് എന്ന് പറയും കേട്ടോ. ഇയാളൊരു കള്ളനാ, ജയപാലിൻ്റെ ആളാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ എട്ടിയിട്ട് അയാളെ നോക്കാണ് കേട്ടോ. ഇവനൊരു കള്ളനാണ്, ഇവനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു കാവേരിയുടെ ഫോണും ഡയറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവനൊരു കാര്യം ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു പോലീസ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മാല കൂടി ഇവൻ ആ സമയത്ത് കട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓടിച്ചിട്ട് നാട്ടുകാരെ എല്ലാവരും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അപ്പോഴാണ് എനിക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയത്. ഇവന് ജയപാലിന് കൈ മാറാനുള്ളൊരു സമയം ഉണ്ടായില്ല. അതാണ് കാവേരിനെ തുണച്ചതെന്ന് പറയാൻ കേട്ടോ. പക്ഷേ ഇതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉപകാരം ഉണ്ടോ മേഡം? ഇപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഇത് വെച്ചിട്ട് എന്താ ചെയ്യുക? ശിവരാം മേഡനും ബാങ്ക് മാനേജറൊക്കെ സാക്ഷി പറയാൻ തയ്യാറായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പം ഇനി നടക്കില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. ശേഷം ചാരുലത ഒരു കല്യാണത്തിൻ്റെ ലെറ്റർ എടുത്ത് നോക്കാൻ കേട്ടോ, നിവിൻ്റെ രാഗിണിയുടെയും. എന്തായാലും ജയപാല കല്യാണം ക്ഷണിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കളയാം എന്ന് കാവേരിനോട് ചാരുലത മേഡം പറയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജയപാലിൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളും വിരുന്നുകാർ വരലും അവരെ സൽക്കരിക്കലും അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതൊക്കെ ആയിട്ടുള്ള കേട്ടോ. വിശാലും പ്രവീണയും ജയപാലിനൊക്കെ കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് എല്ലാവരും. അതുപോലെ തന്നെ രാഗിണിയാണെന്നുണ്ടെങ്കിൽ കുറേ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വർത്താനം പറയണതൊക്കെ നോക്കിയിട്ട് ജയപാൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് വിനീതാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കേട്ടോ. അപ്പോൾ സലീംക്കാർക്ക് ഒട്ടും താല്പര്യമില്ല വിനീത് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. പക്ഷേ ബേബിച്ചേട്ടൻ പറയുന്നുണ്ട് അവിടെയൊക്കെ നല്ല നല്ല സൗകര്യങ്ങളാണ്, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് കേട്ടോ. അന്നേരം വിനീത് ചോദിക്കുന്നുണ്ട് കേട്ടോ, വാടക എത്രയാണെന്ന് പറഞ്ഞത് 10,000, അതല്ലേ നിന്നോട് 10,000 എടുത്തേക്കാൻ പറഞ്ഞു. 10,000 തായോ എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഒക്കെ വിനീത് കൊടുക്കുന്നുണ്ട് കേട്ടോ അഡ്വാൻസ് ആയിട്ട്. പിന്നെ കാണിക്കുന്നത് സലീംക്ക് താഴത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിവിൻ വിനീതിനെ കാണാൻ ചെല്ലുമ്പോൾ ഈ സമയത്ത് അവിടേക്ക് പോകണ്ട, അവന് നിന്നോടുള്ള ദേഷ്യം എന്താണെന്ന് എനിക്കറിയില്ലെങ്കിലും അവനക്ക് അരവിന്ദേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ അവൻ തയ്യാറാണ്. ആ നിലയ്ക്ക് വീട്ടിലൊരു പെൺകുട്ടിനെ ചതിച്ചെന്ന് പറഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല അവൻ നാളെ പോവുകയാണ്, നിൻ്റെ കല്യാണമാണല്ലോ നാളെ, പോകണോ എവിടേക്കെന്ന് ചോദിക്കൂട്ടോ നിവിൻ. അവർ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, നിളമോളുടെ ചികിത്സയ്ക്ക് അവിടെയാണല്ലോ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവിടേക്ക് പോവുകയാണ്. മാത്രമല്ല ഇനി അവരിങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നിവിൻ ആകെ ഞെട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ശാരദയും മക്കളെല്ലാവരും കൂടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യമുനയ്ക്ക് ഒട്ടും പോകാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ യമുന പറയുന്നുണ്ട്, ഇതൊക്കെ വേണോ അമ്മേ, എന്നെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിർത്തിക്കൂടെയും ചോദിക്കണം. നീ എവിടെ നിൽക്കാൻ, നിനക്ക് ഇവിടെ നിൽക്കാൻ വീടുണ്ടോ? ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഹോസ്റ്റലിലോ? പിന്നെ ഇവിടെ വീട്ടിൽ നിർത്തിയിട്ട് തന്നെ അന്ന് വിശാലമായിട്ട് പോയിട്ട് ഉണ്ടായ പ്രശ്നം ഓർമ്മയില്ലേ? ഇനി പിന്നെ ഹോസ്റ്റലിലും കൂടെ നിന്നെ നിർത്തിക്കൊണ്ട് പോകേണ്ടുള്ളൂ എന്ന് പറയട്ടോ. അല്ല എൻ്റെ ഫ്രണ്ട്സിന് ഒക്കെ എനിക്ക് മിസ്സാവൂലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് കാവേരി, നീയല്ലേ അന്ന് വിശാലമായിട്ടുള്ള ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഇനി കോളേജിൽ പോകുന്നില്ല എന്നും ഫ്രണ്ട്സിനെ കാണണ്ടെന്നൊക്കെ പറഞ്ഞത്, ഇപ്പം മാറിയോ? ഇപ്പം എന്താ കാരണം നിനക്ക് ഇവിടെ നിൽക്കാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം മനസ്സിലിങ്ങനെ യമുന പറയുന്നുണ്ട്, നിവിനേട്ടനാണ് അതിന് കാരണം. പക്ഷേ അതൊന്നും നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും രാധമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത്, എനിക്കൊരു പെട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അതിൽ വെച്ചോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ ഡ്രസ്സ് ഞങ്ങളെ തന്നോ, ഞങ്ങൾ വെച്ചോളാം എന്ന് പറയുന്നുണ്ട് കാവേരി. ഈ സമയത്ത് നമ്മുടെ നീളയും അതുപോലെ തന്നെ ഗംഗയും കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, വിനീതിന് ഒട്ടും ഇഷ്ടമില്ലല്ലേ ഗംഗയെ പോരാനായിട്ട് അച്ഛമ്മ ചോദിക്കുകയാണ് കേട്ടോ.
അത് കേട്ട് വിടുന്ന യമുന പറയാണ്, വിനീതേട്ടന് മാത്രമേ ഇത്തിരി മനസാക്ഷിയും സ്നേഹമൊക്കെ ഉള്ളൂ. നമ്മൾ ജനിച്ചു വളർന്ന നാടല്ലേ, ഇതെങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇത് വിട്ടുപോകാൻ പറ്റുന്നത്? സിനിമയ്ക്ക് പോകുന്നത് പോലല്ലേ നിങ്ങളൊക്കെ ഈ നാട് ഉപേക്ഷിച്ച് പോകുന്നത് എന്നൊക്കെ യമുന പറയുകയാണേ. അപ്പോൾ യമുന അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ശാരദ പറയാണ്, ഈ വീട്ടിൽ നമ്മൾ ജീവിച്ചിരുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ്. നിൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും, 1-2 വർഷം കൂടുമ്പോഴാണ് വരുന്നത്, ചിലപ്പോൾ 3 വർഷമൊക്കെ ആവും. ചില സമയത്ത് പറയാതെയും വന്നിട്ടുണ്ട്. ശാരദയെന്നുള്ള നീട്ടി വിളി കേൾക്കുമ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോൾ നിൻ്റെ അച്ഛൻ മുറ്റത്ത് ചിരിച്ചോണ്ട് നിന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഈ വീട്ടിൽ സന്തോഷത്തിൻ്റെ ഒരു മേളം തന്നെയാണ്. വലിയ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ പാട്ടൊക്കെ പതുക്കനെ വെക്കാനൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങളതൊന്നും കേൾക്കില്ല. എന്നിട്ട് അച്ഛൻ പോയതിന് ശേഷം എല്ലാവരും ഒന്ന് അടങ്ങും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാതെയാവും. ഇപ്പോഴും എൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് അരവിന്ദേട്ടൻ്റെ ഓർമ്മകളാണ്. ഈ വീട്ടിലെ ഓരോ സ്ഥലത്തും ഞാൻ അരവിന്ദേട്ടനെ കാണാറുണ്ട്. നിളമോളായിട്ട് കുളിക്കാൻ പോകുന്നതും പുതിയ പാചക പരീക്ഷണങ്ങളും അങ്ങനെ ഓരോന്നും ആ ഓർമ്മകളാണ്. പിന്നെ അരവിന്ദേട്ടൻ വരുന്നത് വരെയുള്ള എൻ്റെ കൂട്ട്. പക്ഷേ ഇനി ആ കൂട്ടില്ല. എനിക്ക് ഇനി എൻ്റെ ഓർമ്മകൾ ഇനി ഇവിടെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കാരണം അരവിന്ദേട്ടൻ തിരിച്ചു വരില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എന്തിനാണ് ആ ഓർമ്മകളും കൊണ്ട് ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശാരദ പൊട്ടിക്കരയും കേട്ടോ. അപ്പോൾ രാധമ്മയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരയാണ്. ഇനി എനിക്ക് എന്തായാലും ഈ വീട്ടിൽ മുന്നോട്ട് ജീവിക്കണമെന്ന് ഒരാഗ്രഹമില്ല. അരവിന്ദേട്ടൻ്റെ ഓർമ്മകൾ മാത്രമേ ഈ വീട്ടിൽ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ വഴിക്ക് നിളമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. എന്നിട്ട് അമ്മനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നിവിനെയാണ് കേട്ടോ. നിവിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാവേരി നാളെ പോകും, തൻ്റെ കല്യാണമാണ്. അപ്പോൾ കാവേരിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിൽ നിവിനൊരു തീരുമാനം എടുക്കുകയാണ്. ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എൻ്റെ പ്രണയം കാവേരിനോട് തുറന്നു പറയുക തന്നെ വേണം, അല്ലെങ്കിൽ നിനക്ക് കാവേരി നഷ്ടപ്പെടും, എന്നേക്കുമായി നഷ്ടപ്പെടും. കാവേരി ഇല്ലാതെ എനിക്കിനി ഒരു ജീവിതം ഇല്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച ഉടനെ ഫോൺ എടുത്തിട്ട് കാവേരിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുക, എന്താ നിവിൻ, കാവേരിയൊക്കെ നാളെ നാട്ടിൽ നിന്ന് പോകുകയാണോ, തിരുവനന്തപുരത്തേക്ക് പോകുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ആ അതെ പോകുകയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് കാവേരിനെ ഒന്ന് കാണണമായിരുന്നല്ലോ, ഞങ്ങളിവിടെ പാക്കിങ്ങിലാണ്, പ്ലീസ് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ്, എനിക്ക് നിവിനെ കാണാൻ അങ്ങോട്ടും വരാൻ പറ്റില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? എന്നാൽ ഞാൻ ഒരു സ്ഥലം പറയാം, അവിടേക്ക് വരാൻ പറ്റും, ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ, അവിടേക്ക് ഒന്ന് വരുമോ എന്ന് പറയും ചോദിക്കാൻ കേട്ടോ. ശരി ഞാൻ വരാം എന്ന് പറയുന്ന കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ. നാളത്തെ പ്രമോല് കാണിക്കുന്നത് നിവിൻ കാവേരിനെ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് രാജേഷിനായിട്ട് വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം കാവേരി നിവിനും കൂടി കണ്ടുമുട്ടുകയാണ്. അങ്ങനെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ കേട്ടോ. നിവിൻ, എനിക്ക് കാവേരിന് ഇഷ്ടമാണ്, കണ്ട നാൾ തുടങ്ങിയിട്ട് അന്ന് തുടങ്ങിയിട്ട് കാവേരിന് ഇഷ്ടമാണ്, എനിക്ക് കാവേരിയുടെ കൂടെ, കാവേരി എൻ്റെ കൂടെ വേണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം എനിക്കൊരു ഉത്തരം മാത്രം കാവേരി ഭാഗത്തുനിന്ന് കിട്ടിയാൽ മതി, യെസ് ഓർ നോ, അതിലേതെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ കാവേരി യെസ് എന്ന് യെസ് നിവിൻ യെസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാജേശ്വരി കുറേ ഗുളികകളൊക്കെ എടുത്തിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്നലെ പുതിയ പ്രമോ വന്നിട്ടുള്ളത് ജയപാലിൻ്റെ കള്ളത്തരങ്ങളെല്ലാം കല്യാണപ്പന്തൽ വെച്ചിട്ട് പൊളിച്ചെടുക്കുകയാണ് കാവേരി. നിവിനാണെന്നുണ്ടെങ്കിൽ രാഗിണിനെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവേണ്ടി വരികയാണ് രാജേശ്വരി ആത്മഹത്യാ ഭീഷണി കാരണം. അങ്ങനെ കാവേരിയും വീട്ടുകാരെല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് കല്യാണപ്പന്തലിൽ വെച്ചിട്ട് തന്നെ ജയപാലിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പൈസ ഒക്കെ വാങ്ങിയിട്ട് തിരുവനന്തപുരത്തേക്ക് അവർ എല്ലാവരും കൂടെ പോകുന്നത്. പിന്നെ നരേൻ്റെ ചെറിയൊരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കാനായിട്ട് ചെല്ലുന്നത്. അവിടെ വെച്ച് ഇനി കാവേരിയും നരേനും തമ്മിലുള്ള കണ്ടുമുട്ടലുകളും അവർ തമ്മിലുള്ള വിവാഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കൊണ്ട് അടിപൊളി എപ്പിസോഡുകളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.